ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാപ്പി കോർണർ. ദിഞ്ച് തയ്യത്താൻ സംവിധാനം ചെയ്ത് ആസിഫ് അലിയും അപർണ ബാലമുരളിയും വിജയരാഘവനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു 3 കുരങ്ങന്മാരുടെ ഒരു ഇമേജ് ഉണ്ട്. അതായത് ഒരു കുരങ്ങനാണെങ്കിൽ എല്ലാം കണ്ടിട്ടുമുണ്ട്, എല്ലാം പറഞ്ഞിട്ടുമുണ്ട്, പക്ഷെ ഒന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കുരങ്ങനാണെങ്കിൽ എല്ലാം കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്, പക്ഷെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തെ കുരങ്ങനാണെങ്കിൽ എല്ലാം കേട്ടിട്ടുമുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്, പക്ഷെ ഒന്നും കണ്ടിട്ടില്ല, ഒരു കാണാൻ ആഗ്രഹിക്കുന്നില്ല, കണ്ടിട്ടില്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു കമ്പാരിസണാണ് എനിക്ക് ഈ ഒരു കഥയുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലിങ്ങിലൊന്നും പോകുന്നില്ല. കഥയെക്കുറിച്ച് ഒരു ഡീറ്റെയിലിംഗ് ഞാൻ പറയുന്നില്ല, കാരണം എന്ത് പറഞ്ഞാലും അത് സ്പോയിലേഴ്സ് ആയി പോവും. അതുകൊണ്ട് ഡീറ്റെയിലിങ്ങിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ നിങ്ങൾ അത് എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പിന്നെ സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് കുറച്ച് സ്ലോ മൂവിങ് നറേഷനാണ്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഫിലിം കണക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സ്ലോ മൂവിങ് നറേഷൻ ആയിട്ട് പോലും നമ്മളെ ഭയങ്കരമായിട്ട് സിനിമ പിടിച്ചിരുത്തുന്നത്. നമുക്ക് ഒരു ആകാംക്ഷ ജനിപ്പിക്കാനായിട്ട് ഭയങ്കരമായിട്ട് അടുത്തത് എന്തായിരിക്കും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എൻഡിങ്ങിൽ എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ നമ്മളിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സ്ലോ മൂവിങ് നറേഷനും അതുപോലെ ഇതിൻ്റെ സ്ക്രിപ്റ്റും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മേക്കിങ്ങും എടുത്തു പറയേണ്ടതാണ്. ദിഞ്ച് തയ്യത്താൻ ഇതിന് മുന്നേ സംവിധാനം ചെയ്തത് കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞ ആസിഫ് അലി നായകനായ ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റായിരുന്നു പുള്ളി അന്ന് കൈകാര്യം ചെയ്തത്. ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലിങ്, ഒരു വില്ലന്മാരില്ലാത്തൊരു ത്രില്ലർ എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. അത് അദ്ദേഹം തന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി നല്ല കിടിലമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. നല്ല പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഐ എം ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹിസ് നെക്സ്റ്റ് മൂവി എന്ന് എടുത്തു വേണമെങ്കിൽ പറയാം. അതുപോലെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ബാഹുൽ രമേശ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും ബാഹുൽ രമേശ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഭയങ്കര പെർഫെക്റ്റ് സ്ക്രിപ്റ്റ്, ഒരു ലൂപ്പ് ഹോൾസ് ഒന്നും ഇല്ലാത്ത പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയാം. സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ടതാണ്, കാരണം ഇതൊരു റിസർവ് ഫോറസ്റ്റിനകത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു കുറച്ച് ആൾക്കാർ മാത്രം, ഒരു 3 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് കൊണ്ടുപോകുന്ന 2 മണിക്കൂർ ജസ്റ്റ് 2 മണിക്കൂറുള്ളൊരു ഫിലിമാണ് കിഷ്കിന്ധാകാന്ഡം. ഇത് നമ്മളെ വളരെ എൻഗേജിങ് ആയിട്ട് ഇരുത്താനും നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യിക്കാനും ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റിനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്കും വളരെ മനോഹരമായിട്ട് മുജീബ് മജീദ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് എല്ലാം പെർഫെക്റ്റ് ബ്ലെൻഡ് എന്ന് വേണമെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഫിലിമിൻ്റെ മേക്കിങ്. മ്യൂസിക് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും സ്ക്രിപ്റ്റ് ആയാലും ഡയറക്ഷൻ ആയാലും പെർഫെക്റ്റ് എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ വിജയരാഘവൻ ഒരു രക്ഷയില്ല. വിജയരാഘവൻ അന്യായ പെർഫോമൻസാണ്. പുള്ളി ഈ കുറച്ച് കാലമായിട്ട് പല ക്യാരക്ടേഴ്സ്, പല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഓരോ ഫിലിമിലും പുള്ളി ചെയ്യുന്നത്. അത് ഒന്നും മറ്റൊന്നുമായിട്ട് ഒരു സാമ്യതയില്ലാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ് പുള്ളിയുടെ പുള്ളി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നത്. കാരണം വളരെ മനോഹരമായിട്ടാണ് പുള്ളി ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അദ്ദേഹത്തിന് ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എനിക്ക് തോന്നുന്നു അപ്പുപിള്ള എന്ന് പറയുന്നത് റിട്ടയേർഡ് ആർമി ഓഫീസർ എന്നൊരു ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ ആസിഫ് അലിയും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ന്യൂജൻ ആക്ടർ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ആസിഫ് അലി എന്ന് പറയുന്നത്. കാരണം പുള്ളി ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് നല്ല സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ചൊന്ന് നല്ല ക്യാരക്ടേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് വന്നിരുന്നുവെങ്കിലും, കാരണം എനിക്ക് തോന്നുന്നു കെട്ടിയോളാണ് എൻ്റെ മാലാഖ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ വളരെ മെച്യൂർഡായിട്ടുള്ള അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മളെ ഞെട്ടിച്ചെങ്കിലും അതിനുശേഷം വീണ്ടും ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് പാളിയിരുന്നു പുള്ളിക്ക്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് വന്ന കൂമനായാലും തലവനായാലും ലെവൽ ക്രോസ് ആയാലും ഇപ്പം കിഷ്കിന്ധാകാന്ഡമായാലും വളരെ മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റാണ് പുള്ളി സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ അഭിനയം പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല നാച്ചുറലായിട്ട് പുള്ളി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനിയും ആസിഫ് അലിയിൽ നിന്നുണ്ടാകും എന്ന് നല്ല പ്രതീക്ഷയുണ്ട്. അതുപോലെ അപർണ ബാലമുരളി വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയാണ് അപർണ. പുള്ളിക്കാരിക്ക് ഇതിൽ ഒരുപാട് അഭിനയിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നാച്ചുറലായിട്ട് നോർമലായിട്ട് എങ്ങനെ ഒരു വീട്ടമ്മ പ്രതികരിക്കും, മെച്ചുവേർഡായിട്ടുള്ള ഒരു ആൾ പ്രതികരിക്കുന്നു, ആ ഒരു രീതിയിൽ തന്നെ പുള്ളി
പുള്ളിക്കാരി കിടിലമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു അടിപൊളി സിനിമയാണ്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് തന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മലയാളം മൂവി ഓഫ് ദിസ് ഇയർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫിലിമാണ് കിഷ്കിന്ധാകാന്ഡം. സ്ക്രിപ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്ഷനും കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഫിലിമാണ് കിഷ്കിന്ധാകാന്ഡം. ഒരുപാട് അവാർഡ്സും കാര്യങ്ങളും ഒക്കെ ഈ ഫിലിം വാരിക്കൂട്ടും എന്ന് ഒരു സംശയവുമില്ല. അപ്പം ഇത് സിനിമ OTT വരാൻ വേണ്ടി കാത്തിരിക്കാതെ തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. അത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു 3 ക്യാരക്ടേഴ്സിനെയും ഇവരുടെ ഒരു ചുറ്റുപാടും ഇവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളുമൊക്കെ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. അപ്പം OTT വരുന്നവരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.